ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to the most holy name of God. വീണ്ടും ദൈവസന്നിധിയിൽ ദൈവവചനമായിട്ട് നിൽക്കുവാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. അവസരമൊരുക്കിയ സഭയെ ഓർക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രിയ സഹോദരനെയും നന്ദിയോടെ ഓർക്കുന്നു. I praise God for the opportunity given to me to speak from God's word. I thank the assembly for the ministry given to me, and I also thank the interpreter for the ministry. ഒരു വാക്യം ആദ്യമായിട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. First, I would like to read from the scriptures, Ephesians chapter 2, verse 19. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. Now therefore you are no more strangers and foreigners, but fellow citizens with the saints and of the household of God. ഇതിലൊരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്, ദൈവത്തിൻ്റെ ഭവനക്കാർ. One word I want to bring to your attention, it is the household of God. സഭ ദൈവത്തിൻ്റെ ഭവനമാണ്, അല്ലെങ്കിൽ സഭ ദൈവത്തിൻ്റെ കുടുംബമാണ്. The church is a family of God, or church is the house of God. ഒരു കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, കുടുംബം എന്ന് പറയുന്നത് പരസ്പരം മനുഷ്യൻ്റെ പരസ്പര ആശ്രയത്വത്തിൻ്റെ ആത്മബന്ധങ്ങളാൽ കെട്ടുറപ്പിക്കപ്പെട്ട് സ്നേഹത്തിൻ്റെ ഒരുമയിൽ നിലനിൽക്കപ്പെടുന്ന ചെറിയ ചെറിയ കൂട്ടങ്ങളാണ്, ചെറിയ ചെറിയ കൂട്ടായ്മകൾ. When you think of a family, we can see that there is interdependence and it is woven and bound together with love, and that is how it carries on. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സംരക്ഷണം ലഭിക്കുന്ന സ്ഥലമാണ് കുടുംബം. As far as a person is concerned, whether it's a he or she, the house, the family is a place where they get protection. ഒരു വ്യക്തിയുടെ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ പറ്റിയ സ്ഥലം കുടുംബം തന്നെയാണ്. A family is a place for problems and trials of a person. The solutions can be found there. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം സൃഷ്ടിയുടെ ആരംഭത്തിൽ കാണുന്നുണ്ട്, ദൈവം അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ച് അവരെ ഒരു കുടുംബമാക്കി മാറ്റി. In Genesis, in the beginning of creation, we can see God created them male and female and made them as a family. അതിനുശേഷം നാം വീണ്ടും കാണുന്നു ഉൽപ്പത്തി 2:24, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഒരു ദേഹമായി തീരും. And then we see in Genesis 2:24 that the man shall leave his father and mother and cleave unto his wife, and both shall become one flesh. അവർ ഒരു ദേഹമായി തീരും എന്നതിൻ്റെ അർത്ഥം ശാരീരികമായും മാനസികമായും ഒന്നായി ജീവിക്കുന്ന ഏകീകരിക്കപ്പെട്ട ജീവിത സംവിധാനമാണ് കുടുംബം. When it says that they shall be one flesh, it means both physically and mentally they are joined together and they have become one unit. എന്നാൽ സങ്കടത്തോടെ പറയട്ടെ, ഇന്ന് നാം കാണുന്ന കുടുംബങ്ങൾ മാനസികമായും ശാരീരികമായും ഒന്നായിട്ടല്ല ജീവിക്കുന്നത്. But sadly, let me tell you that today the families do not live together either as physically or mentally. സ്നേഹബന്ധങ്ങളുടെ ചങ്ങലകൾ പൊട്ടിത്തെറിപ്പിച്ച് പരസ്പരം അകൽച്ചയിൽ കഴിയുന്നവരാണ് ഭൂരിപക്ഷം ജനങ്ങളും. The chains of love are broken and majority of people are not living together. പരസ്പരം മനസ്സിലാക്കാതെ ഒരു പുരയ്ക്കകത്ത് കഴിയുന്ന കുടുംബങ്ങളെയാണ് നാം കാണുന്നത്. We can see families who do not understand one another but stay under the same roof. ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചു, പുരുഷനെയും സ്ത്രീ അനുഗ്രഹിച്ച് കുടുംബമാക്കിയതിനു ശേഷം വീണ്ടും അവരെ അനുഗ്രഹിച്ചു. അവരെ സന്താനപുഷ്ടിയുള്ളവരായി പെറ്റുപെരുകുവാൻ ദൈവം അവർക്ക് അനുഗ്രഹം നൽകുകയാണ്. After God blessed man and woman to be a family, he continued to bless them and he gave them children and he asked them to live and multiply. 127-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം തരുന്ന പ്രതിഫലവും തന്നെ. Psalms 127 verse 3 says that, lo, the children are an heritage of the Lord and the fruit of the womb is his reward. ദൈവം ആസൂത്രണം ചെയ്ത കുടുംബം സന്തോഷത്തിന്റെ ഉത്കൃഷ്ടതയിൽ നിലനിൽക്കുന്നതും ആനന്ദത്തിന്റെ അഭിവൃദ്ധിയിൽ വളർന്നു വരേണ്ടതുമാണ്. And the family which God has created should continue in love and in joy, it should go forward. അങ്ങനെ ആനന്ദത്തിൽ വളർന്നു വരുന്ന ഒരു കുടുംബത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. And a family that grows in joy is what is desired by God. ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം വരച്ചു വെച്ചിരിക്കുന്ന ഏത് കാര്യങ്ങൾ എടുത്താലും ആ കാര്യപരിപാടികളൊക്കെ പരിശോധിച്ചാൽ അതിലൊക്കെയും ഒരുപാട് ആത്മീയ സത്യങ്ങൾ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതായിട്ട് കാണുവാൻ സാധിക്കും. Whatever things God has created and designed in this world, when we look at them closely, we can see many spiritual truths are evident in them. ആ സത്യങ്ങളൊക്കെയും നാം മനസ്സിലാക്കേണ്ടതിന് ദൈവം അത് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. And God has revealed them to us so that we can understand these truths. ഒരു കുടുംബത്തെ സംബന്ധിച്ച് ചിന്തിച്ചപ്പോൾ ദൈവം എൻ്റെ മനസ്സിലൂടെ കടത്തിവിട്ട
ചില ചിന്തകൾ സഭയോടുള്ള ബന്ധത്തിൽ സംസാരിക്കുവാൻ കർത്താവിൽ ആശ്രയിച്ച് ഞാൻ ആഗ്രഹിക്കുക. When I thought about family, the thoughts God gave to me in this connection, I would like to share with you, trusting in God. നാം ആദ്യം വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കാം. എഫേസ്യർ 2:19. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. And the first verse we read, Ephesians 2:19, now therefore you are no more strangers and foreigners, but fellow citizens with the saints and of the household of God. ഒരു കുടുംബത്തിന് ഉള്ളതുപോലെ തന്നെ ദൈവസഭയ്ക്കും ഒരു ഘടന ദൈവം ഏർപ്പെടുത്തിയിട്ടുണ്ട്. Just like a family has a structure, God has given a structure, an organization to the church. കുടുംബത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ഒന്നാമത്തെ കാര്യം കുടുംബത്തിൽ ഒരു കാരണവർ ഉണ്ടായിരിക്കും. And first thing we can see in a family is that there is a master in the house. ഇന്നത്തെ വീടുകളിൽ, പഴയ വീടുകൾ പരിശോധിച്ചാൽ, പഴയ കുടുംബങ്ങളിൽ ഇന്നുണ്ട് കുടുംബങ്ങളിൽ, പഴയ കുടുംബങ്ങളിൽ നാം പരിശോധിച്ചാൽ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ വീടിന്റെ ഉമ്മറത്ത് ചാരുകസേരയിൽ ആ വീടിന്റെ കാരണവരിരിക്കുന്ന കാഴ്ച നാം കാണാറുണ്ട്. And when we look at the olden times in the homes, when people are entering the house, in the veranda we could see the master of the house. He is lying in an easy chair. ആ വീട്ടിലേക്ക് ഗേറ്റ് തുറന്ന് ആരെങ്കിലും കടന്നു വന്നാൽ നീ ആരാണ്, നീ എന്തിനാണ് വന്നതെന്ന് ചോദിച്ച് അവന്റെ ആഗമന ഉദ്ദേശം അറിയുന്ന ഒരു നല്ല കാരണവർ ആ വീട്ടിൽ കാണും. And when a person opens the gate and enters into the house, the master of the house is asking them, who are you, why are you here? And he is leading the house in such a way. ചുരുക്കി പറഞ്ഞാൽ ആ കാരണവർ അറിയാതെ ആ ഗേറ്റ് കടന്ന് ഒരു വ്യക്തി പോലും ആ വീട്ടിലേക്ക് പ്രവേശിക്കില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. In short, we can understand, without the knowledge of that master of the house, no one can open the gate and enter into the house. ആ കാരണവന്റെ സാന്നിധ്യം ആ വീടിന് ഒരു സംരക്ഷണമാണ്, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ തലവനാണ് അവൻ, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ആ കുടുംബത്തിന്റെ തലയാണവൻ. And that master is a protection of the house. He is the leader or he is the head of the house. കഴിഞ്ഞ ആഴ്ച രാജാൻ പറഞ്ഞ പ്രസംഗത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ആരാന്നറിയോ? Do you remember the person which Ranchan mentioned in his sermon last Sunday? പ്രാവിനെ നോക്കി കാത്തിരിക്കുന്ന, കാന്തയെ നോക്കി കാത്തിരിക്കുന്ന കർത്താവ്, കാന്തയെ നിന്റെ സ്വരം കേൾക്കുവാൻ, നിന്റെ മുഖമൊന്ന് കാണുവാൻ കാത്തിരിക്കുന്ന കർത്താവ്. It is the Lord who is looking at the dove and saying, let me see your face, let me hear your voice. ദൈവഭവനമാകുന്ന നമ്മുടെ സഭയാകുന്ന കുടുംബത്തിനും ഒരു കാരണവരുണ്ട്. And in this household of God, there is a master over this house. ആരാണ്? ഇപ്പൊ മനസ്സിലായി? ആരാ? You know by this now who is it? നമ്മുടെ കർത്താവാണ്. It is our Lord. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. Ephesians chapter 1 verse 20 to 23. അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തു, അവനെ തലയാക്കി കൊടുത്തു. അതിന് മുമ്പിൽ പറയുന്നുണ്ട് അവന് കൊടുത്തിരിക്കുന്ന അധികാരങ്ങൾ. സർവാധികാരിയായിട്ട് അവനെ തലയാക്കി സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. Which is his body, and in the verse above we can see that he is the authority over the church and he has given it through the church. സഭയുടെ തല കർത്താവാണ്. The head of the church is the Lord. നമ്മുടെ സഭയുടെ തലവൻ, അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ ദൈവഭവനമാകുന്ന സഭയാകുന്ന കുടുംബത്തിന്റെ കാരണവർ കർത്താവാണ്. The family or the household of God, the head over this is the Lord himself. അതുകൊണ്ട് നമ്മുടെ സഭയാകുന്ന ഭവനത്തിന്റെ ഉമ്മറത്ത് ചാരുകസേരയിൽ ഇരുന്ന് നമ്മുടെ സഭയെ നിയന്ത്രിക്കുവാൻ അവൻ ഉണ്ടാവണം. So in our assembly, and he should be in the veranda sitting in the easy chair and he should be present. അങ്ങനെയെങ്കിൽ ഈ ഭവനത്തിലേക്ക് ഗേറ്റ് കടന്ന് ഒരു വ്യക്തിയും കടന്നു വരില്ല. If that be the case, no one will open the gate of this church and enter inside without his knowledge. ദുരുപദേഷ്ടക്കാരോ ദുഷ്ടത പ്രവർത്തിക്കുന്നവരോ അതിക്രമം പ്രവർത്തിക്കുന്നവരോ ആരും ആ ഗേറ്റ് കടന്ന് അതിക്രമിച്ച് നമ്മുടെ ഈ കൊച്ചു ഭവനത്തിലേക്ക് അതിക്രമിച്ച് കയറുകയില്ല. Those who are spreading false doctrine, those who are evil, those who are wicked, they will not trespass this gate and come inside this small church of God. എന്നാൽ ഇന്ന് നാം സഭകളുടെ അവസ്ഥ നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഉമ്മറത്ത് കസേരയിട്ടിരിക്കുവാൻ ഒരു കാരണവരില്ലാത്ത അവസ്ഥയാണ്. Today when we look at the condition of the churches, we see that there is no master who is sitting in an easy chair in front of the church. തലവനായി, കാവലായി, കാരണവരായി സഭകളിൽ കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. We are losing the presence of a Lord
who is the protector, who is the leader, and who is the head of the church. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നുഴഞ്ഞുകയറ്റക്കാർ സഭകളിൽ പ്രവേശിക്കുന്നു, കള്ളന്മാർ ദൈവഭവനത്തിൽ പ്രവേശിക്കുന്നു. Because of that, the trespassers are entering the church, the thieves are entering the church. അതിക്രമക്കാർ, ദുരുപദേഷ്ടാക്കന്മാർ, പത്യോപദേശം കാക്കാത്തവർ, കാഴ്ചപ്പാടില്ലാത്തവർ, അങ്ങനെ സഭയെ മുടിക്കുന്ന ശത്രുവിന്റെ കടന്നുകയറ്റം ഉണ്ടാവും. The people who do not have the right doctrine, those who don't follow the doctrines of God, and trespassers, they are able to easily enter into the church. ഇന്ന് നാം വലിയ വലിയ വീടുകൾ പരിശോധിച്ചാൽ നമുക്ക് അവിടെ ആരെയും കാണത്തില്ല, ഉമ്മറത്തൊന്നും ആരും കാണില്ല. When we look at the big mansions of today, we don't see anyone sitting in the entrance of the house. എന്നാൽ ഇന്ന് വീടുകളെ കാവൽ നിൽക്കുന്നത് ആരാണെന്നറിയാമോ? But do you know who is guarding the houses? ആയിരങ്ങളും പതിനായിരങ്ങളും മുടക്കി കൂട്ടിലിട്ട് പോറ്റി വളർത്തുന്ന നായ്ക്കളാണ്. And it is the dogs for whom we spend thousands of dollars and we guard and we take care of them. They are guarding the houses. ഈ നായ്ക്കളും ആര് വന്നാലും പോയാലും കുരയ്ക്കുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. These dogs do bark when anyone is passing in front of the house. എന്നാൽ അതിക്രമം ചെയ്തു വരുന്നവൻ സൂത്രശാലിയാണ്. അവൻ എന്ത് ചെയ്യും? ഈ നായ്ക്കളെ മയക്കുവാനോ അല്ലെങ്കിൽ അതിനെ വശീകരിക്കുവാനോ ശ്രമിക്കും. അങ്ങനെ അതിനെ വശീകരിച്ച് മയക്കി കിടത്തി വീട് കൊള്ളയടിക്കുന്ന കാഴ്ചകളാണ് നാം കാണുന്നത്. Even though it will bark when intruders come, but the intruder who is coming is a very crafty fellow, so he will somehow make the dog to faint or sleep, and then he will enter the house. ഈ വലിയ വലിയ കുടുംബങ്ങളുടെ അവസ്ഥയിലാണ് ഇന്ന് സഭകളും. And just like the condition of these big houses, similar is the condition of today's churches. കാവലായി നിൽക്കുവാൻ, തലയായിരിക്കുവാൻ, ഉമ്മറത്തിരിക്കുവാൻ കർത്താവില്ല. And there is no one to take guard, to be the owner and sitting in front of the entrance. പകരം ലക്ഷങ്ങളും കോടികളും മുടക്കി കൂട്ടിലിട്ട കാവൽ നായ്ക്കളാണ് ഇന്ന് സഭകൾക്ക് കാവൽ. But today the churches are guarded by dogs for whom we spend thousands of dollars. അവരെ ചതിയിൽ വീഴ്ത്തുവാൻ ശത്രുവായ സാത്താന് എളുപ്പം സാധിക്കും. And the Satan is able to easily trap them with his cunningness. അതുകൊണ്ടാണ് പല സഭകളും നശിച്ചുകൊണ്ടിരിക്കുന്നത്. That's why many churches are perishing today. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന്റെ തല വെട്ടി മാറ്റിയാൽ ജീവൻ കാണും. ആ ജീവൻ വെച്ച് ശരീരം കുറച്ചൊക്കെ നടക്കും. നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുഴിയിൽ പോയി വീണ് ഇല്ലാതാവും. And when we look, if we just imagine that if we are beheaded, our head is gone, the body will have some life, it will walk here and there, finally it will fall into a ditch and die. ആ ശരീരത്തിന്റെ ജീവൻ നിലച്ചു പോകും. അങ്ങനെ ക്രിസ്തുവില്ലാത്ത സഭകൾ, തലയില്ലാത്ത ശരീരങ്ങൾ നശിച്ചു പോകുന്ന കാഴ്ച നാം കാണുക. That body will lose its life. Similarly, churches without the headship of the Lord will soon perish. കാരണം തലയുണ്ടെങ്കിൽ മാത്രമേ അവന് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. Only with the head we can reach our destination. അതുകൊണ്ട് തലയില്ലാതെ, തലവനില്ലാതെ, അലക്ഷ്യമായി ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ പല ദൈവഭവനങ്ങളും നിർമൂലമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നാം കാണുക. So today, without the head, without the leadership of Lord, many churches are losing their way. നാം കാണാം, കാരണവരില്ലെങ്കിലും നമുക്കറിയാം ചില വീടുകൾ നല്ല ഭംഗിയായിട്ട് അടച്ചിട്ടേക്കുന്ന കാണാം. അവിടെ ആരും കാണത്തില്ല, പുറത്താരും കാണത്തില്ല, നല്ല ഭംഗിയായിരിക്കും ആ വീടുകൾ കാണാൻ. When you look at some houses, we don't see anyone in the house, but it is shut and it looks very beautiful to look at. പുറമേ നിന്ന് ഭംഗിയുണ്ടെങ്കിലും അകത്ത് കയറിയാൽ നമുക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണ് പല സഭകളും. പുറമേ നിന്ന് നോക്കിയാൽ നല്ല കാഴ്ചകൾ കാണാം, പക്ഷേ അകത്ത് കയറിയാൽ അവിടെ നിയന്ത്രിക്കാനോ അല്ലെ അവിടെ നേതൃത്വം കൊടുക്കാനോ ഒന്നും ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. These houses are beautiful to look outside, but when we enter the homes, we see the problems inside. Similarly is the condition of the churches. There are many churches which do not have this kind of leadership and are losing their pace. അതുകൊണ്ട് നമ്മുടെ സഭകളാകുന്ന ദൈവഭവനങ്ങളിൽ തലയായി, കാരണവരായി നമ്മുടെ കർത്താവ് ഉണ്ടായിരിക്കണം. അല്ലാതെ കാവൽ നായ്ക്കൾ മാത്രം ഉണ്ടായാൽ പോരാ. So with the house or the family of God, which is the church, should be led by the Lord and not by dogs. രണ്ടാമത്, ഒന്ന് കാരണവർ. രണ്ടാമത് നാം ഈ കാരണവരെ കടന്ന് അങ്ങോട്ട് വീട്ടിലോട്ട് ഡോർ ചെയ്യുന്നത് എന്താ കാണുന്നത്? First is the master, and after passing the master, who is the other person we see when we enter the house? വീട്ടിൽ പിന്നെ ആരാണ്? മാതാപിതാക്കന്മാരാണ്. After the master of the house, it is the parents or father and mother. നമ്മുടെ ദൈവഭവനമാകുന്ന സഭയിലും മാതാപിതാക്കന്മാരുണ്ട്. So in the church of God or the family of God, there are father and mother. അതാരാണ്? Who are they? നമ്മുടെ It's our നേതാക്കന്മാർ, മൂപ്പന്മാർ പോലെയുള്ള ആളുകൾ. It is people like elders or the leaders.
നമ്മുടെ ഇടയന്മാർ, നമ്മുടെ മൂപ്പന്മാർ, അവർ സഭയാകുന്ന കുടുംബത്തിന്റെ മാതാപിതാക്കളാണ്. The shepherds, the elders, are the parents of the house of God. നമുക്കൊരു വാക്യം വായിക്കാം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ. 1 Thessalonians chapter 2 verse 7 and 8. എത്ര സ്നേഹാർദ്രമായ വാക്കുകളാണ്. What loving words these are. ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ നിങ്ങളോട് ആർദ്രതയുള്ളവരായിരുന്നു ഞങ്ങൾ. And just like a mother is taking care of the children, so we were cherishing you. നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ചു തരുവാൻ ഒരുക്കമായിരുന്നു. And we were willing to give our life for you because you are so precious to us. സഭയാകുന്ന കുടുംബത്തിന്റെ അധ്യക്ഷന്മാർ, അല്ലെ ആത്മീയ നേതാക്കന്മാർ, മൂപ്പന്മാർ, ഇടയന്മാർ ഒരമ്മ മക്കളെ എങ്ങനെ സ്നേഹിക്കുന്നുവോ ആ ആർദ്രതയോടെ ആട്ടിൻകുട്ടികളെ സ്നേഹിക്കണം. The elders or the shepherds of the church should love the members of the church with the tender affection that mother shows towards their children. സ്വന്തം മക്കളെ സ്നേഹിക്കുന്നത് പോലെ വിശ്വാസികളെ സ്നേഹിക്കുന്ന അമ്മമാരോട് പൗലോസ് എന്തുകൊണ്ടാണ് തങ്ങളെ തന്നെ ഉപമിച്ചെന്ന് നാം ചിന്തിച്ചു നോക്കിയാൽ, when we think the reason why Apostle Paul is comparing them to just like the mother who is affectionate to the children, അമ്മമാരെ ചിന്തിച്ചാൽ 10 മാസം ചുമന്ന് പ്രസവിക്കുന്ന ഒരമ്മയ്ക്ക് തൻ്റെ മക്കളോട് ഉള്ള സ്നേഹം, ആ സ്നേഹത്തിൻ്റെ വാത്സല്യം, അത് വാത്സല്യ നിർഭരമായ ഒരു അഭിനിവേശമാണ്. and the mother who carries the child in her body for 10 months, and then the affection or love the mother has is tremendous. ആ വാത്സല്യ നിർഭരമായ അഭിനിവേശത്തിനെയാണ് മാതൃസ്നേഹം എന്ന് നാം പറയുന്നത്. And that is called the mother's love, which is full of affection and compassion. എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയും. And father and mother are able to love all children equally. കഴിയണം, കഴിഞ്ഞില്ലെങ്കിൽ കഴിയണം. If they are not able to do, then they should love equally. ഇന്ന് പത്രം നോക്കിയാൽ ഒരുപാട് വാർത്തകൾ കാണാം. When we open newspapers today, we come across many news. കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് അല്ലെ കൊന്നിട്ട് കാമുകൻ്റെ കൂടെ പോകുന്ന ഭർത്താവ്, കാമുകിയുടെ കൂടെ പോകുന്ന ഭാര്യ, കാമുകൻ്റെ കൂടെ പോകുന്ന ഭാര്യ, കാമുകിയുടെ കൂടെ പോകുന്ന ഭർത്താവ്, പിന്നെ അങ്ങനെ ഒരുപാട് വാക്കുകൾ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഒരു മോളെ നെഞ്ചോട് ചേർത്ത് വെച്ച് അമ്മക്കി കൊന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചൊരു പിതാവ്. അങ്ങനെ മക്കളോട് സ്നേഹമില്ലാത്ത മാതാപിതാക്കളാണ് ഇന്ന് ഉള്ളത്. We see many news articles today which shows about the ways that father or mother is not loving children, but they are actually harming the daughter or son and eloping with their lover, and we see this kind of news. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സഭയോടുള്ള ബന്ധത്തിലും അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും ഒരുപോലെ പെറ്റ മക്കളെ പോലെ സ്നേഹിക്കുവാൻ കഴിയുന്ന മാതാപിതാക്കൾ. That is not what God desires from the assembly or the leaders, just like the parents are able to love their children equally. എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കുവാൻ സഭാ നേതൃത്വത്തിന് കഴിയണം. And the leadership of the church should be able to love all members of the church equally. ചില മക്കളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, ചില മക്കളോട് സ്നേഹക്കുറവ് കാണിക്കുക, ഇത് നല്ല മാതാപിതാക്കളുടെ ലക്ഷണമല്ല. Loving some children sincerely, loving other children less is not a good example for parents. അതുപോലെ വിശ്വാസികളോടുള്ള സ്നേഹത്തിന്റെ ഏറ്റക്കുറച്ചിൽ നല്ല നേതൃത്വത്തിന്റെ ലക്ഷണവുമല്ല. So the ups and downs in loving the members of the church is not a good example of the leaders of the church. അതിൽ 8-ാം വാക്യത്തിൽ ഇങ്ങനെ ഉണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ചു തരുവാൻ ഒരുക്കമായിരുന്നു. And we were even willing to lay down our lives because we were so affectionate to you. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മരിക്കുവാൻ വരെ തയ്യാറാവും. And parents are even ready to lay down their life for their children. തങ്ങളുടെ ജീവൻ വരെ വെച്ച് കളഞ്ഞ് ഭവനങ്ങളെ സംരക്ഷിക്കുന്ന മാതാപിതാക്കൾ, അങ്ങനെയുള്ള ഒരു ആത്മബന്ധം ഭവനങ്ങളിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ സഭകളിൽ ഉണ്ടാകണം. And the parents who are laying down their life for the children, such kind of affection should be present in the families and churches of today. കർത്താവ് നമുക്ക് കാണിച്ചത് മാതൃകയാണ്. ഇടയനെ കുറിച്ച് നാം രാവിലെ കേട്ടു. ജീവനെ വെച്ചു കൊടുക്കുന്ന ഇടയൻ സഭയ്ക്കും അങ്ങനെ തന്നെ ആവണം. ആടുകൾക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുന്ന ഇടയൻ. അതുകൊണ്ടാണ് മാതാപിതാക്കളെ ഇവിടെ അങ്ങനെ സാദൃശ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിച്ചത്. We heard today morning about the Lord Jesus Christ, who is the shepherd, who is willing to lie down for the sheep. Similarly, we need to have the churches take care of the members. ഇനി ഒരു കുടുംബത്തിലേക്ക് നാം ചിന്തിച്ചാൽ നമുക്കറിയാം,
ഏതെങ്കിലും ഒരു മുറിയിൽ അടച്ച് പിള്ളേർ കയറിയിരിക്കുകയാണെങ്കിൽ മാതാപിതാക്കൾ അവരുടെ അരികിലേക്ക് ചെല്ലും. അവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ ചോദിച്ചറിഞ്ഞ് അവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കുവാൻ മാതാപിതാക്കൾ ശ്രമിക്കും. Now if you look at a family and if the children are hiding behind doors, parents will go to them and try to understand their problems and difficulties. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയും. നമ്മൾ മാതാപിതാക്കൾ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും. അങ്ങനെ അവരുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ മാതാപിതാക്കൾ ശ്രമിക്കും. So the parents will try to understand their needs. They give education and they try to make the future of the children secure. ദൈവമക്കളാകുന്ന ദൈവഭവനത്തിന്റെ മക്കൾക്കും ഈ ഒരു സംരക്ഷണം ലഭിക്കണം. The children of the house of God or children of God should receive this protection. ഒറ്റപ്പെട്ടു നിൽക്കുന്ന സഹോദരങ്ങളെ, മക്കളെ കാണുവാൻ, അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഇടയന്മാർ തയ്യാറാവണം. And the shepherd should be willing to go and reach out to them who are standing alone or aloof. അവരുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും മനസ്സിലാക്കുവാൻ, അവരുടെ ആവശ്യങ്ങളെ കണ്ടറിയുവാൻ ശ്രമിക്കണം. ആട്ടിൻകൂട്ടത്തെ നന്നായി മേയ്ക്കുവാൻ കഴിയണം. So they should be able to know and understand the needs of the members and they should be able to take care of the sheep. ഒരു വാക്യം വായിക്കാം. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. 1 Peter chapter 5 verse 2 and 3. ആട്ടിൻകൂട്ടത്തെ മേയ്ക്കണം. നിർബന്ധത്താലല്ല, മനസ്സോടെ, സന്മനസ്സോടെ, ഉന്മേഷത്തോടെ, ദുരാഗ്രഹമില്ലാതെ മാതാപിതാക്കന്മാരെ പോലെ അവരെ പോറ്റണം. And taking care of the sheep not out of compulsion but with love and affection, and just like parents do, they should be shepherded. ഇനി നാം കുടുംബത്തിൽ മക്കളെ പഠിപ്പിക്കും. അവരെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? Now we teach children in the family. Why do we teach them? മക്കളെ നാം അവരുടെ ഭാവി സുരക്ഷിതമാക്കി നിർത്താൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കാറുണ്ട്. We educate them so that their future becomes secure. ദൈവഭവനത്തിലും ദൈവമക്കളാകുന്ന ദൈവസഭയിലെ കുടുംബത്തിലെ മക്കളെ, വിശ്വാസികളാകുന്ന മക്കളെ പഠിപ്പിക്കുവാൻ മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ്. In the house of God, the parents of the church are responsible to teach the children or the members of the church. 1 തെസ്സലോനിക്കർ 2:12 വാക്യം. 1 Thessalonians 5:12. അപ്പൻ മക്കളെ പ്രബോധിപ്പിക്കുന്നത് പോലെ മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുന്നത് പോലെ വിശ്വാസികളെ നേതാക്കന്മാർ, ആത്മീയ നേതാക്കന്മാർ പഠിപ്പിക്കണം. Just like the parents are admonishing and teaching the children, the elders of the church should teach the members of the church. അതെന്തിനാണെന്നറിയാമോ? Do you know the reason? അവരുടെ വിശ്വാസ ജീവിതം സുരക്ഷിതമാക്കുവാൻ, അവരുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ. So that their faith life would be secure, their future would be secure. പഥ്യോപദേശത്തിൽ സഭ വളർന്നു വരുവാൻ, And so that the church will grow in the sound doctrine. വിശ്വാസത്തിന്റെ തീക്ഷ്ണതയിൽ വിശ്വാസികൾ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ. And in the growth of their faith, they should grow to the headship of the Lord. അങ്ങനെ ക്രിസ്തു എന്ന തലയോളം വളർന്ന് നല്ല സ്വീകാരം പ്രാപിച്ച് ക്രിസ്തീയ ജീവിതം വിജയകരമാക്കി തീർക്കുവാൻ. And grow to the headship of Christ, being accepted and be successful believers. അത് മാത്രമല്ല, നാം സങ്കീർത്തനം 127 വായിച്ചായിരുന്നു. നാം അറിയാം, വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാവുന്ന യൗവനത്തിലെ മക്കൾ, അവയെ കൊണ്ട് തന്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള ലജ്ജിച്ചു പോകുകയില്ല. In Psalms 127 also we read about the man who is having children and who will not be ashamed when he is standing at the gates of the city. നഗരവാതിൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ, When he is talking to the enemies at the gates of the city, ശത്രുവിനോട് സംസാരിക്കുമ്പോൾ ഒരു പുരുഷന് അല്ലെങ്കിൽ ഇടയന് അല്ലെങ്കിൽ മൂപ്പന് ലജ്ജ കൂടാതെ സംസാരിക്കണമെങ്കിൽ പഥ്യോപദേശത്തിൽ യൗവനയുക്തരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ എൻ്റെ കുടുംബത്തിൽ ഉണ്ടെന്നുള്ള ആത്മാഭിമാനത്തോടെ സംസാരിക്കാൻ സാധിച്ചാൽ അവിടെയാണ് നമ്മുടെ വിജയം. And if the person can talk to the enemies, then they should have the confidence that their children are well equipped in the word and they are rich in the word, and that's how they can be confident. ഇല്ലെങ്കിൽ ശത്രുവിനോട് സംസാരിക്കുവാൻ നമ്മൾ പതറിപ്പോവും, നമ്മുടെ അടിസ്ഥാനങ്ങൾ തെറ്റിപ്പോവും. Otherwise we'll be hesitating to talk to the children. Our foundation are weak. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ അറിയാവുന്ന എത്ര പേരുണ്ട് ഇവിടെ? How many of you sitting here know the foundations of our Christian faith? അങ്ങനെ ഒരു തലമുറ വളർന്നു വരുവാൻ ഒരിക്കലും അനുവദിക്കരുത്.
And we should not allow such a generation to grow in this manner. അങ്ങനെ വളർന്നു വന്നാൽ നാം ലജ്ജിച്ചു പോകും. നഗരവാതിൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. If that be the case, we will be ashamed when we talk to the enemies at the entrance gates of the city. We will not have words to speak to them. അതുകൊണ്ട് മക്കളെ കുടുംബത്തിൽ പഠിപ്പിക്കുന്നത് പോലെ സഭയാകുന്ന കുടുംബത്തിൽ മാതാപിതാക്കൾ മക്കളെ പഥ്യോപദേശത്തിൽ പഠിപ്പിച്ച് വളർത്തണം. So just like children are taught in the families, in the church, the shepherds should teach the sound doctrine to the members of the church. ഇനി കുടുംബങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ, കുടുംബങ്ങളിൽ മക്കൾ പഠിച്ച് വലുതായി കഴിയുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? അവർ പക്വത പറ്റിയാൽ അവർക്ക് നല്ല ജോലി ലഭിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കും, പിന്നെ വിവാഹം കഴിപ്പിക്കും, അവരെ കൊച്ചു കൊച്ചു കുടുംബങ്ങളാക്കി മാറ്റും. And after the children are grown up, then they will get job, then they will be married, and then they will become small units of families. ദൈവഭവനത്തിലും അങ്ങനെയാവണം. That should be the case in the house of God. വിശ്വാസത്തിൽ ദൈവമക്കളെ പഠിപ്പിച്ച് വളർത്തണം. And the children of God should be taught in faith. അങ്ങനെയുള്ള വിശ്വാസത്തിൽ പക്വതയാർന്ന് വളർന്നവരെ ശുശ്രൂഷകൾ ഏൽപ്പിക്കണം. And those who are growing to maturity should be given services in the assembly. ശുശ്രൂഷകളിൽ പക്വത പറ്റിയവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കണം. And those who are mature in the ministry should be given ministries and positions. അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവർക്ക് നേതൃസ്ഥാനങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ ഇടയാവണം. Such people should be sought out and they should be given positions to be leaders. അങ്ങനെ പുതിയ പുതിയ നേതാക്കന്മാർ, മൂപ്പന്മാർ, ഇടയന്മാർ, പുതിയ പുതിയ ഡീക്കന്മാർ, അങ്ങനെ ശുശ്രൂഷകൾ ചെയ്യുവാൻ പുതിയ പുതിയ ആൾക്കാർ ഉയർത്തെഴുന്നേൽക്കും. And that's how the people who are going to be future leaders and shepherds and elders are going to come from the assembly. അത് സഭയുടെ ആത്മീയ പരിപോഷണത്തിനും സഹായമായി തീരും. And that would be useful for the edification and growth of the church. മാത്രമല്ല പുതിയ പുതിയ സഭകൾ ഉണ്ടാകുവാനും കാരണമായി തീരും. That will be the reason for the birth of new churches around us. നമ്മുടെ കർത്താവ് പറഞ്ഞ പോലെ ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷം പറയാൻ പറഞ്ഞാൽ അങ്ങനെ പോകുവാൻ നമുക്കിടയാവും. അങ്ങനെ പുതിയ പുതിയ സഭകൾ വളരുവാനിടയാകും. The Lord said to us to go to the ends of the earth and to preach the gospel. So we need churches to be planted in different places in our city. 2 തിമോഥെയോസ് 2:2 വായിക്കാം. 2 Timothy 2:2. ഒന്നുകൂടെ 2 തിമോഥെയോസ് 4:5-6. 2 Timothy 4, 5 and 6. തന്റെ ജീവിതം അവസാനിക്കുന്നു എന്ന് കണ്ട പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനെ ഭരമേൽപ്പിക്കുകയാണ്. നീ കേട്ടതെല്ലാം സമർത്ഥരായവരെ ഉപദേശിപ്പാൻ വിശ്വസ്തരായ മനുഷ്യരെ ഭരമേൽപ്പിക്കാം. And Paul, who is realized that is coming to the end of his life, he is telling Timothy that the things which thou hast heard of me among many witnesses, commit those to faithful men. നീ അവരെ ഭരമേൽപ്പിക്കണം, നിന്റെ ശുശ്രൂഷ തികയ്ക്കണം, ഒരു സുവിശേഷകന്റെ പ്രവൃത്തി നീ ചെയ്യണം, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുകയും അങ്ങനെ ഏൽപ്പിക്കുക, എല്ലാവരെയും ഏൽപ്പിച്ച് നീ സഭയെ വളർത്തുക എന്ന് തിമോഥെയോസിനോട് പറയുക. And he is telling Timothy that you should do the work of an evangelist, make full proof of thy ministry, and he is giving these responsibilities to Timothy. ഇനി ഒരു കുടുംബത്തിലേക്ക് നാം ചെന്നാൽ ആ കുടുംബത്തിലെ മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയാവണം. Now if we enter a family, we see that the parents of the assembly should be an example to the children. ഇന്നത്തെ കുടുംബങ്ങളിൽ വിവാഹബന്ധം വേർപെടുത്തിയ ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും കാണാം. അതുപോലെ മറ്റ് അവിഹിത ബന്ധങ്ങളൊക്കെയുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ എല്ലായിടത്തും. And today we can see families where there are divorces and also people who are having extramarital affairs. കലഹവും ദ്രവ്യാഗ്രഹവുമുള്ളവർ, മദ്യപാന്മാർ, ഇങ്ങനെ മാതാപിതാക്കൾ തമ്മിൽ വഴക്കും വക്കാണവുമായിട്ട് ഭവനങ്ങൾ ചിന്നിച്ചിതറി കിടക്കുന്ന അവസ്ഥയാണ്. We can see greedy people and we can see even quarrels taking place among the father and mother in such conditions. അവരുടെ മാതൃക ഇല്ലാത്തതിനാൽ തലമുറകൾ നശിച്ചു പോകുന്ന കാഴ്ച കാണും. Because they are not good role models, we see the future generations are getting lost. സഭയെ സംബന്ധിച്ചും അത് സത്യമാണ്. നമ്മുടെ നേതാക്കന്മാർ മാതൃകയുള്ളവരായിരിക്കണം. That is true of the church also. Our leaders should be people of example. അതിൽ മൂപ്പന്മാരും സുവിശേഷകന്മാരും ശുശ്രൂഷക്കാരും എല്ലാവരും ഉൾപ്പെടും. And in that the evangelists, the elders and those who are ministering, they are all included. നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ് 1 തിമോഥെയോസ് 3-ാം 1 മുതൽ 10 വരെയുള്ള വാക്യം. ഞാനത് പറയാം, വായിക്കണ്ട. No need to read. The portion we are going to consider now is 1 Timothy chapter 3 verse 1 to 10.
അതിൻ്റെ അവസാനത്തെ ആ ഭാഗം ഒന്ന് പറയാം. Coming to the end of that passage, അവരെ ആദ്യം പരീക്ഷിക്കണം, അനിന്ദ്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. and let those also first be proved, and let them use the office of deacon, being found blameless. അവരെ പരീക്ഷിക്കണം, അവരെ ആദ്യം പരീക്ഷിക്കണം, അനിന്ദ്യരായി കണ്ടാൽ ശുശ്രൂഷ ഏൽക്കട്ടെ. എന്നാൽ അവർക്കുള്ള യോഗ്യതകളാണ് മുൻപ് പറയുന്നത്. And they should be tested, and if they are found faithful, they should be given the offices. Their qualities are mentioned before. ഒരുവൻ അധ്യക്ഷസ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. If a man desire the office of a bishop, he desireth a good work. എന്നാൽ അധ്യക്ഷൻ നിരപവാദനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. A bishop then must be blameless, husband of one wife, vigilant, sober, of good behavior, given to hospitality, apt to teach. മാതാപിതാവിന്റെ സ്ഥാനത്തിരിക്കുന്നവർ, നമുക്കറിയാം, വിവാഹം കഴിപ്പിക്കാൻ പോയാൽ, നാം മക്കളെ വിവാഹം കഴിപ്പിക്കാൻ ചെന്നാൽ നാം അന്വേഷിക്കും, ചെറുക്കനെ കുറിച്ച് അന്വേഷിക്കും, പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കും. അപവാദമൊക്കെ ഉണ്ടെങ്കിൽ നാം എന്ത് ചെയ്യും? കല്യാണം കഴിപ്പിക്കുമോ? When we go to give our children in marriage, we inquire about the character of the bride or the bridegroom, and if we find some scandal, do you think we will give our children in marriage? അങ്ങനെ അപവാദമില്ലാത്തവൻ, ജിതേന്ദ്രിയൻ, ഉപദേശിക്കാൻ സമർത്ഥൻ, അങ്ങനെയുള്ളവരെ കണ്ടെത്തി പരീക്ഷിക്കണം എന്നാണ് പറയുന്നത്. And it says that those who are without scandal and those who have control over their senses, and we should find such persons. മദ്യപ്രിയനും തല്ലുകാരനും അരുത്, ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. Not given to wine, no striker, not greedy or filthy lucre, be patient, not a brawler, one that ruleth well his own home, having his children in subjection with all gravity. നാം നമ്മുടെ മക്കളെ മദ്യം കഴിക്കുന്നവരോ അല്ലെ തല്ലുകാർ, ശാന്തനില്ലാത്ത കലഹപ്രിയർ, അങ്ങനെ ദ്രവ്യാഗ്രഹമുള്ള ആരുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാൻ നാം സമ്മതിക്കില്ല. We will not give our children in marriage to anyone who is a drunkard, who is a striker or a greedy person. അങ്ങനെയുള്ളൊരു കുടുംബം നിലനിൽക്കില്ലെന്ന് നമുക്കറിയാം. We know that any such family will not be established. അതുകൊണ്ട് നേതാക്കന്മാർ അല്ലെ ഇടയന്മാർ, മൂപ്പന്മാർ ഇങ്ങനെയുള്ളവരാണെന്ന് പരീക്ഷിച്ച് നാം അറിയണം. So we should inquire and find whether the elders, deacons and shepherds are people of such quality. താഴെ വീണ്ടും കാണുന്നു, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിക്ഷനും വരുത്. പെട്ടെന്ന് കയറിയായിട്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്ന വ്യക്തികളെയും ആവരുത്. And it also says that not a novice, lest being lifted up with pride he shall fall into the condemnation of the devil. So we should not appoint a newly believer into these positions. നിന്നയിലും പിശാചിന്റെ കണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമേയുള്ളവരുടെ നല്ല സാക്ഷ്യം പ്രാപിച്ചവനുമായിരിക്കണം. Moreover, he must have a good report of them which are without. അങ്ങനെ നല്ല സാക്ഷ്യം പ്രാപിച്ച ആൾക്കാർ വേണം സഭ നിയന്ത്രിക്കാൻ, മൂപ്പന്മാർ ഇടയന്മാരായിരിക്കുവാൻ. So people who are obtained a good report should become the elders and deacons and shepherds of the church. വീണ്ടും താഴെ കാണുന്നു, ഔവണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം. Likewise must the deacons be grave, ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും അരുത്. not double-tongued, not given to much wine, not greedy of filthy lucre. സഭയിലെ ശുശ്രൂഷ ചെയ്യുന്നവർ അതാരായാലും ഏത് ശുശ്രൂഷയാണേലും അവർ വാക്കിന് ബലമുള്ള വിശ്വാസമുള്ളവരായിരിക്കണം. ഇരുവാക്ക് പറയുന്നവരോ മദ്യപന്മാരോ ദുർലാഭമോഹികളോ ഒന്നും വരുത്. അങ്ങനെയുള്ളവർ സഭയിൽ ശുശ്രൂഷിക്കരുതെന്നാണ്. And we see that the people who are ministering in the church or the leaders should not be people who are double-tongued, not given to wine, and such people are forbidden to do ministry. നമ്മുടെ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ സൂക്ഷിക്കുന്നവരായിരിക്കണം. And the mystery of our faith should be hidden with true conscience. ശുദ്ധ മനസ്സുള്ളവൻ അവൻ വിശ്വാസം കാത്തു സൂക്ഷിക്കും. അവനെ ആയിരിക്കണം ശുശ്രൂഷ ഏൽപ്പിക്കേണ്ടത്. A person with clean conscience will guard his life, and these people should be given the responsibility. അതുകൊണ്ട് അവരെ ആദ്യം പരീക്ഷിക്കണം, അനിന്ദ്യരായി കണ്ടാൽ അവരെ ശുശ്രൂഷ ഏൽപ്പിക്കണം. And let them also first be proved, then let them use the office, being found blameless. അങ്ങനെ നല്ല അധ്യക്ഷന്മാർ, നല്ല ഇടയന്മാർ, നല്ല ശുശ്രൂഷകന്മാർ നമ്മുടെ എല്ലാ സഭകളിലും ഉണ്ടായി വരുവാൻ ഇടയായി തീരണം. So good deacons, good leaders and good servants should be there in all our assemblies. അത് പല സഭകളുടെയും അവസ്ഥ കണ്ടിട്ട് നമുക്ക് അങ്ങനെ വളരെ ദയനീയമായ അവസ്ഥകൾ, നേതൃത്വ സ്ഥാനത്ത് ഞാൻ തുറന്നു പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം നമുക്കറിയാം ദൈവവചനം, എന്നാൽ നാം അതൊന്നും പാലിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. We see the pitiable condition of many assemblies. We don't see such good leaders leading those churches, and
that is the truth, but we need to have right persons reading the assembly. അതുകൊണ്ട് ദൈവഭവനത്തിൽ മാതൃകകളായി നമ്മുടെ സഭകളിൽ ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കട്ടെ. അത് വിശ്വാസികൾക്ക് മാതൃകയായി മാറട്ടെ. So may good servants of God rise up in the church who are showing good example, and let them be a role model to the believers. മൂന്നാമത് നാം കാരണവരെ കണ്ടു, മാതാപിതാക്കളെ കണ്ടു. മൂന്നാമത് മക്കളാണ്, മക്കളും കൊച്ചുമക്കളും. First we saw the head of the family, then we saw father and mother. Now we see the sons and grandchildren, children and grandchildren. കുടുംബത്തിലെ മൂന്നാമത്തെ ഘടകമാണ്. അത് ദൈവഭവനത്തിൽ വരുമ്പോൾ വിശ്വാസികളായ നാം ഓരോരുത്തരും. And the third part of the family is the children and grandchildren. When we come to the house of God, that is each one of us sitting here. എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. Ephesians chapter 6 verse 1 to 3. ഇത് മക്കളോട്, കുടുംബത്തിൽ മക്കളോടുള്ള കൽപ്പനയാണ്. നിങ്ങൾ അമ്മയപ്പന്മാരെ അനുസരിക്കണം. This is the commandment given to children. Children, obey your parents in the Lord. കുടുംബത്തിൽ മക്കള് അമ്മയപ്പന്മാരെ അനുസരിക്കണം. ഇനി വിശ്വാസികളോട് പറയുന്നത് എന്താണെന്ന് നോക്കാം. Now let's see what is telling the believers. എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം 17-ാം വാക്യം. Hebrews 13:17. നിങ്ങളുടെ ആത്മീയ നേതൃത്വങ്ങളെ അല്ലെങ്കിൽ മാതാപിതാക്കളെ, സഭയാകുന്ന കുടുംബത്തിന്റെ ആത്മീയ നേതൃത്വങ്ങളെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കാൻ മക്കൾ എന്ന നിലയിൽ നാം ബാധ്യസ്ഥരാണ്. So we are responsible as children to obey and submit ourselves to the people who rule over us. മാത്രമല്ല ഈ വാക്യം ഒന്ന് പരിശോധിച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. And let's examine this verse. The responsibilities are increasing. നമ്മുടെ ആത്മീയ അധ്യക്ഷന്മാർ അല്ലെങ്കിൽ സഭാ നേതാക്കന്മാർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. And the leaders of our church have to give an account. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. And they watch for your souls because they have to give an account. ആടുകളെ വഴിനടത്തി ആടുകളെ പരിപാലിച്ചതിന്റെ കണക്ക് ശ്രേഷ്ഠ ഇടയനായ കർത്താവിന്റെ സന്നിധിയിൽ അവർ കാണിക്കേണ്ടി വരും. And they have to give an account of the sheep. They were leading a shepherd in the presence of the chief shepherd. അതുകൊണ്ട് അവർ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നവരാണ്. So they watch over the souls. അവരെ വേദനിപ്പിക്കരുത്. You should not grieve them. അവർ നിങ്ങളെ നടത്തുന്നത് ഞരങ്ങിക്കൊണ്ട് ചെയ്യുവാൻ ഇടയാക്കരുത്. സന്തോഷത്തോടെ സഭയെ നയിക്കുവാൻ നമ്മുടെ ഇടയന്മാരെ, മൂപ്പന്മാരെ, നേതാക്കന്മാരെ നിങ്ങൾ അനുവദിക്കണം. We should not let them lead the assembly with grief, but we should allow our leaders to rule over the church with joy and happiness. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ നിങ്ങൾക്ക് If not, what happens? നന്നല്ല എന്ന് പറഞ്ഞാൽ ദൈവ കോപം ഉണ്ടാകും തന്നെയാണ്. Otherwise it's unprofitable, or it means that you will have the wrath of God. പഴയ നിയമത്തിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും. മോശയ്ക്കും അഹരോനും എതിരെ സംസാരിച്ച ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ ദൈവ കോപം ഇറങ്ങുന്ന കാഴ്ചകൾ നാം കാണുന്നുണ്ട്. നാം ഇപ്പോൾ ബൈബിൾ സ്റ്റഡിക്ക് അത് പഠിക്കുന്നുണ്ട്. In the Old Testament we can see many examples. We see the people who opposed the leaders who are appointed by God, that's Moses and Aaron. They were punished severely by God. അതുകൊണ്ട് നമ്മുടെ ആത്മീയ നേതാക്കന്മാരെ അനുസരിക്കണം, ദൈവവചനത്തിന് കീഴ്പ്പെടണം. അവരെ കൽപ്പിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് സഭയിൽ, കുടുംബത്തിൽ മാതാപിതാക്കളെ മക്കൾ അനുസരിക്കുന്നത് പോലെ നേതാക്കന്മാരെ, സഭാപിതാക്കന്മാരെ നാം അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. So we should honor the spiritual leaders. We should keep the word of God, and just like the children obey their parents, we members of the assembly should also be submitting ourselves to the spiritual leaders. ഇനി മക്കൾ എന്ന നിലയിൽ ഒരു കുടുംബത്തിലേക്ക് നാം ചെന്നാൽ നമുക്കറിയാം, നാം ഒരു അപ്പന്റെ മക്കൾ എന്ന് പറയുമ്പോൾ When we say that we are children of a father, just like the children in the house, നമുക്കൊരു രക്തബന്ധമുണ്ട് അല്ലേ? we have a blood relation, is it not? നമ്മൾ പറയും ഞങ്ങളൊക്കെ ഒറ്റ ചോരയാന്ന് പറയും. We will say that we belong to the same blood, അല്ലേ? is it ഒരു not? സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരിക്ക് ഒരു ആവശ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? If a brother or sister is in need, what will we do? ഓടിച്ചെല്ലും. We'll run to them. അവരുടെ സങ്കടങ്ങളിൽ തുണയായി വരും. ഇത് കുടുംബത്തിലുള്ള കാര്യമാണ്. In the family we become a comfort in their sorrow. ദൈവസഭയിലും അങ്ങനെ ആവണം. Similar should be the condition in the house of God. നമ്മളെല്ലാം ഒറ്റ ചോരയിൽ നിന്നുണ്ടായവരാണ്.
We are born from the same blood. നമ്മെ വീണ്ടെടുത്തത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിർമ്മലമായ രക്തത്താലാണ്. We are redeemed by the precious blood of our Lord Jesus Christ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം എല്ലാവരും ഒരേ രക്തത്തിന്റെ അവകാശികളാണ്. We who have been redeemed by the blood of Lord Jesus Christ are members of one body. ഗലാത്യർക്കെതിരെ ലേഖനം 6:9-10 വാക്യങ്ങൾ. Galatians chapter 6 verse 9 and 10. നാം എല്ലാവർക്കും നന്മ ചെയ്യണം. നന്മ ചെയ്യൽ മടുത്തു പോകരുത്. അവസരം കിട്ടും പോലെ എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. We should do good to all and let's not be weary in well doing, especially to the household of faith. നമ്മുടെ സഹോദരങ്ങൾക്ക്, വീട്ടിൽ നാം കുടുംബത്തിൽ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നാം ഓടിച്ചിരുന്നതുപോലെ ദൈവഭവനമാകുന്ന സഭയിലെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, രോഗം ബാധിച്ചു കിടന്നാൽ, അവന് ക്ഷീണം സംഭവിച്ചാൽ, അവനെ ആശ്വസിപ്പിക്കാൻ, അവനെ കണ്ട് എത്തുവാൻ, അവനെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവൻ്റെ കൂടെ ഇരിക്കുവാൻ നാം തയ്യാറാവണം. Just like we come to the aid of our family members in the time of their trouble, similarly when our church members are going through problems, we should be able to go to their help, to pray for them and to comfort them in the time of need. ആരെങ്കിലും തകർച്ച അനുഭവിച്ചാൽ അവനെ കൈത്താങ്ങായി മാറുവാൻ കുടുംബങ്ങളിൽ നാം കാണിക്കുന്ന സ്നേഹം ദൈവഭവനമാകുന്ന നമ്മുടെ സഭയാകുന്ന കുടുംബങ്ങളിലും കാണിക്കുവാനിടയാവണം. If anyone is having disability, we should give them a hand, and just like what we do in our individual family, we should do in the house of God. ഗലാത്യർ 6:2 വാക്യം. Galatians 6:2. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ. ഇതാണ് ക്രിസ്തുവിന്റെ ന്യായപ്രമാണം. ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. This is the law of Christ. Bear ye one another's burdens and so fulfill the law of Christ. ഒരു ഭവനത്തിലെ അംഗങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് പരസ്പരം ഭാരങ്ങളെ ചുമക്കുവാൻ സാധിക്കണം. As members of one body, we should be able to bear the burdens of one another. കാരണം നമ്മുടെ കാരണവർ എന്താ ചെയ്തേ? നമ്മുടെ ഭാരമെല്ലാം ചുമന്ന ഒരു കാരണവരാണ് നമുക്കുള്ളത്. Because the head over us was a person who bore our burdens. ചില വ്യക്തികളുടെ ഭാരങ്ങൾ മാത്രമല്ല, ചില പ്രിയപ്പെട്ടവരുടെ ഭാരങ്ങളല്ല നാം ചുമക്കേണ്ടത്. എല്ലാവരെയും ഏകോദര സഹോദരങ്ങളെ പോലെ കാണുവാൻ നമുക്കിടയാവണം. We should not bear the burdens of a few believers, or we should not have affection to few believers, but we should have affection equally to all the other brothers and sisters. അങ്ങനെ പരസ്പരം സ്നേഹിക്കുവാൻ നമുക്ക് ദൈവം നമ്മോട് കാണിച്ച സ്നേഹം നമുക്ക് തമ്മിൽ കാണിക്കുവാൻ ഇടയാവണം. So the love that the Lord gave to us, we should be able to show to one another. ഇനി ഒരു കുടുംബത്തിലേക്ക് ചെന്ന് നമുക്ക് കാണാൻ സാധിക്കും, മക്കൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് മാതാപിതാക്കളുടെ രൂപസാദൃശ്യമുണ്ട്. And if we look at the children, we can see they have resemblance to their father and mother. നമ്മൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി വളർന്നു വരുമ്പോഴൊക്കെ എല്ലാവരും പറയുന്നത്, എടാ അവൻ അപ്പനെ പോലെ ഇരിക്കുന്നു, അല്ലെ അവളുടെ അമ്മയെ പോലെ ഇരിക്കുന്നു. അത് സാധാരണ നമുക്ക് കേൾക്കാറുള്ളത്. When children grow up, the others look at the children and say, oh, the boy looks like the father, or the girl looks like mother. അതൊരു കുടുംബത്തിലെ അവസ്ഥയാണ്. ദൈവഭവനത്തിലും ഈ അവസ്ഥ ഉണ്ടാവണം. That is the condition of a family. In the house of God also this should be present. ദൈവം നമ്മെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? How did God create us? ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. നമുക്കറിയാം, വാക്യം വായിക്കണമെന്നില്ല, 31:26 അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനുണ്ടാക്കുക. In Genesis 1:26 we read that God created man in his image and likeness. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന്റെ ഷേപ്പും ആ സാദൃശ്യവും സ്വരൂപവും ഒക്കെ നഷ്ടപ്പെടുത്തി. But man sinned and he lost the image and likeness of God. അത് കഴിഞ്ഞപ്പോൾ അവന്റെ രൂപം പിശാചിന്റെ സാദൃശ്യവും പിശാചിന്റെ രൂപവുമായി മാറി. And after he sinned, his form and image became like the image and form of Satan. പിശാച് എന്ന പിതാവിന്റെ മക്കളായി മാറി. And they became the children of the father who is devil. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ദൈവം നമ്മെ വീണ്ടെടുത്ത് നമ്മെ ക്രിസ്തുവിന്റെ രൂപത്തോട് വീണ്ടും അനുരൂപരാക്കി. And God through his son Lord Jesus Christ redeemed us, and he again made us similar of the image of Christ. റോമർക്ക് എഴുതിയ ലേഖനം 8:29 വാക്യമായി. Romans 8:29. മതി. അവൻ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ മുൻ നിയമിച്ചു.
And he predestinated us so that we can be conformed to the image of his son. മക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് അവന്റെ രൂപസാദൃശ്യം ഉണ്ടാവണം, അവന്റെ സാദൃശ്യം ഉണ്ടാവണം. നമുക്ക് Just as children, we should have the likeness to our father. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? If not, what happens? മറ്റുള്ളവരെ നോക്കിയിട്ട് പറയും, The others will look at us and say, കുടുംബത്തെ നോക്കിയിട്ട് പറയത്തില്ലേ, അവന്റെ ഷേപ്പില്ലേ പറയും, ആ കൊച്ചിനെ കണ്ടോ, ഷേപ്പ് കണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ സാധാരണ സംസാരിക്കുകയാണ്, ഞാൻ അത് പറയുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പന്റെ ഷേപ്പില്ലെങ്കിൽ, അമ്മയുടെ ഷേപ്പില്ലെങ്കിൽ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. and if the child does not have the image of father or mother, people will become suspicious. ദൈവഭവനത്തിലേക്ക് നോക്കി ഒരാൾ എന്നെ നോക്കി, ഒരാൾ നിങ്ങളെ നോക്കി, അവന് കർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കുക. And if a person outsider looks at the members of the church and each one of us and says that he does not have any resemblance to his to the Lord, then what is our condition? നമുക്ക് കർത്താവുമായി യാതൊരു രൂപസാദൃശ്യമില്ലെങ്കിൽ നമ്മുടെ സഭ അല്ലെങ്കിൽ ദൈവത്തിനാണ് അതിന്റെ മാനക്കേട്. If we don't have any resemblance to our Lord, then the shame is upon the assembly or the Lord. അതുകൊണ്ട് നാം അവനോട് അനുരൂപരാകുവാൻ, ക്രിസ്തുവിന്റെ ഭാവം നമ്മളിലുണ്ടാ, നമ്മൾ ഒരുപാട് വാക്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പറയുന്നത് നാം കർത്താവിനോട് അനുരൂപരാകുവാൻ, അവന്റെ ഭാവത്തോട്, അവന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കുവാൻ വേണ്ടിയാണ്. We should be conformed to the image of his son. There are many verses. All this is said that we should become conformed and have the likeness of our Savior. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പൈതൃകം കാത്തു സൂക്ഷിക്കാം. So let's be very take care of our heritage. ഇനി ഒരു കുടുംബത്തിലേക്ക് നാം പോയാൽ, മക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കിയാൽ, പിണക്കിയാൽ, മാതാപിതാക്കന്മാരാണ് അവരെ ആശ്വസിപ്പിക്കുകയും കൂട്ടിയോജിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. Now when we go to a family, when there is quarrel among the children, it is the parents who mediate and bring peace between them. അതുമല്ല മാത്രം, നമ്മുടെ സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ, സഹോദരങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കുവാൻ, എൻ്റെ സഹോദരൻ ഒരു പ്രയാസമുണ്ടായാൽ ഞാൻ ചെന്ന് സഹായിക്കും, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായാലും അത് സഹോദരങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കാൻ ബാധ്യസ്ഥരാണ്. And if there is quarrel among the believers in the church, then it is the responsibility of them to discuss and solve those problems. അതുപോലെ ഒരു സഹോദരന് അവന് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് നികത്തുവാൻ, ആത്മീയമായിട്ടാണെങ്കിലും അവനെ പരിപോഷിപ്പിക്കുവാൻ, അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ, പ്രബോധിപ്പിക്കുവാൻ ഓരോ സഹോദരങ്ങൾക്കും അതിനുള്ള ബാധ്യതയുണ്ട്. And if there is somebody is lacking or who is not growing and has problems, then each member of the church has got the responsibility to encourage him, to exalt him to grow. ഇനി മക്കൾ തമ്മിൽ ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടായാൽ മാതാപിതാക്കന്മാര് സാധാരണ, ഞാൻ കേട്ടിട്ടുണ്ട്, അത്താഴം കഴിക്കുന്നതിന് മുമ്പ് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണം, മേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോൾ തമ്മിൽ വഴക്കുണ്ടാക്കാതെ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. I have heard olden people say like this: when there are problems between children of the family, before the evening dinner, they should be solved, and then when they are sitting around the table, they should not have any problems among them. ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോൾ മക്കൾ തമ്മിൽ വഴക്കാണെങ്കിൽ മാതാപിതാക്കൾ വേദനിക്കും, നമ്മുടെ കാരണവൻ വേദനിക്കും. And if the people when children are sitting around the table and they have problems between them, the parents are grievous, and even the head of the family is grieved. എന്നാൽ മക്കൾ തമ്മിൽ ഒരു പ്രയാസവുമില്ലാതെ സന്തോഷത്തോടെ മേശയ്ക്ക് ചുറ്റും ഇരിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന്റെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. But if the children are sitting around the table with happiness and joy, then we cannot really express in words the happiness of the family. ആ സന്തോഷത്തിന്റെ പ്രതിഫലനം നമ്മുടെ മാതാപിതാക്കളിൽ കാണാം, നമ്മുടെ കാരണവരിലും കാണുവാൻ സാധിക്കും. The resounding of that joy can be seen in the parents and in the head of that house. ദൈവഭവനത്തിലും അങ്ങനെയാവണം. That should be the case in the family of God. മക്കൾ എന്ന നിലയിൽ, വിശ്വാസികൾ എന്ന നിലയിൽ നാം കർത്താവിന്റെ മേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോൾ നാം തമ്മിൽ സ്നേഹത്തിലും ഐക്യത്തിലും ആയിരിക്കണം. When we sit around the table in the house of God as children, as believers, we should be sitting in unity and love. മത്തായിയുടെ സുവിശേഷം 5:23-24 വാക്യങ്ങൾ നമുക്കറിയാം. കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: നീ യാഗം കഴിക്കുവാൻ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. നീ മേശയ്ക്ക് ചുറ്റും വരുന്നതിന് മുമ്പ്
നീ സഹോദരന്മാരുടെ നിരക്കണം. ഒരുമിച്ച് സന്തോഷത്തോടെ മാത്രമേ ഒരു കുടുംബത്തിൽ അത്താഴം കഴിക്കത്തുള്ളൂ. അതുപോലെ ആവണം സഭയാകുന്ന ഭവനത്തിൽ മേശയ്ക്ക് ചുറ്റുമിരിക്കുമ്പോൾ സഹോദരങ്ങൾ തമ്മിൽ ഐക്യത്തിലായിരിക്കണം. In Matthew 5:23 and 24, the Lord speaks about getting reconciliation before coming and offering sacrifices. Similarly, in the church of God, when you are sitting around the table, we should have unity and we should have oneness. അങ്ങനെ വരുമ്പോഴാണ് സാധാരണ കുടുംബം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ടെന്ന് അറിയാം, കൂടുമ്പോൾ ഇമ്പമുള്ളത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇമ്പം വരത്തുള്ളൂ. ചുമ്മാതെ കൂടി വരുമ്പോൾ ഇമ്പമുണ്ടാകുന്നതല്ല. നമ്മുടെ സഭകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭയാകുന്ന ദൈവഭവനത്തിൽ ഇമ്പമുണ്ടാകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. And we say that when there is a family, when we come together, there is joy. If this has to take place, then all these things should be observed. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, നമുക്ക് ചിന്തിക്കാം, നമ്മുടെ സഭയുടെ കാവലാരാണ്? നമുക്ക് കാരണവരായി നമുക്ക് ഉമ്മറത്തിരിക്കുവാൻ ഒരു തലവനുണ്ടോ, തലയുണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു നേതാവുണ്ടോ, ഒരു കാരണവരുണ്ടോ എന്ന് ചിന്തിക്കുക. So dear children of God, let's think about it. In the entrance or the veranda of the house, do we have a head or the guardian who is looking after us? അതുപോലെ നമ്മെ പരിപോഷിപ്പിക്കുവാൻ പെറ്റമ്മ മക്കളെ സ്നേഹിക്കുന്ന പോലെ, സ്നേഹിക്കുന്ന മാതാപിതാക്കളെ സ്നേഹിക്കുന്ന പോലെയുള്ള അധ്യക്ഷന്മാർ, സുവിശേഷകന്മാർ, ശുശ്രൂഷക്കാർ നമ്മുടെ സഭകളിൽ ഉണ്ടാവണം. And we should have, just like a mother tenderly loves her children, we should have elders or deacons or evangelists who are having a similar affection towards the members of the church. എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ, അപ്പൻ മക്കളെ പ്രബോധിപ്പിക്കുന്ന പോലെ പ്രബോധിപ്പിക്കുന്ന ഇടയന്മാർ. And parents who love the children equally, just like a father exhorts the children, we need to have elders who exhort the members of the assembly. വിശ്വാസികളെ പഥ്യോപദേശത്തിൽ വളർത്തി വലുതാക്കി പക്വത പറ്റിക്കുന്ന ആത്മീയ നേതൃത്വങ്ങൾ. And spiritual leaders who teach the children, who makes them mature and grow to excellency. കൂടാതെ മക്കൾ എന്ന നിലയ്ക്ക് നമുക്കും ബാധ്യതയുണ്ട് സഭാപിതാക്കന്മാരെ അനുസരിക്കുവാൻ, നമ്മുടെ നേതൃത്വത്തിന് കീഴ്പ്പെടുവാൻ. And as children, we have the responsibility to submit to the spiritual leaders and to obey them. നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, ഏകോദര സഹോദരങ്ങളെ പോലെ പരസ്പരം കൈത്താങ്ങുവാൻ, അവരെ സഹായിക്കുവാൻ. And just like have love towards our brothers sisters, to love them and to come to their aid. ചിലരോട് മാത്രമല്ല, എല്ലാവരോടും ഒരുപോലെ സ്നേഹം കാണിക്കുവാൻ. Not only to a few people, but to show love to everyone equally. നമ്മുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുവാൻ, അപ്പന്റെ ഛായ, അപ്പന്റെ സ്വരൂപം നമ്മിൽ നിന്ന് ഈ ലോകം കാണണം. ആ പൈതൃകം കാത്തു സൂക്ഷിക്കുവാൻ ഇടയാവണം. And you should have a godly heritage, and the world should see the resemblance of our Father in us, and it should be evident. അങ്ങനെ നമുക്ക് ഒരുമിച്ച് കർത്തൃമേശ കഴിക്കണം, അങ്ങനെ മേശയ്ക്ക് ചുറ്റുമിരിക്കണം. അപ്പോൾ ആ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. And we should observe the Lord's Supper in this manner, and when this happens, there is joy in that family. അങ്ങനെ മേശയ്ക്ക് ചുറ്റും കൂടി ഒരു മനസ്സോടെ എല്ലാം മറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി അവനെ ആരാധിക്കുന്ന നല്ല കുടുംബങ്ങളായി നമ്മളുടെ എല്ലാ സഭകളും മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ചുരുങ്ങുന്ന ദൈവനാമം വാഴ്ത്തപ്പെടുന്നു. And when we come around the table with oneness of mind and with love to one another, let's all become like this church, and I pray that this might come true. May His name be glorified.